السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് വളരെ ഫലപ്രദമായി ഉപകരിക്കാവുന്ന ചില വിഷയങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ, അത് ചെയ്താൽ ഓരോന്നിനും നമുക്ക് പ്രതിഫലമായും കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന ഉപകാരങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. ഇൻഷാ അള്ളാഹ് ഈ കാര്യങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. കാരണം അവരും ഇത് കണ്ട് ഇത് കേട്ട് മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നതിൻ്റെ ഒരു വിഹിതം കൂടി നിങ്ങളുടെയും അക്കൗണ്ടിലേക്ക് അല്ലാഹു തആല പ്രതിഫലമായി തരുന്നതാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ, നല്ല ഇൽമുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും നാം എത്തിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യത്തിന് കടക്കാം. ആദ്യമായും കൊണ്ട് ഈ പട്ടികയിൽ കാണുന്ന വിഷയങ്ങൾ ഏകദേശം 15ഓളം വിഷയങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ കള്ളിയിൽ പറയുന്ന വിഷയങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലമായും കൊണ്ട് രണ്ടാമത്തെ കള്ളിയിൽ പറയുന്ന വിഷയങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായും കൊണ്ട് ഇദാ തുരീദു ഹാദാ, ഈ കാര്യങ്ങൾ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് ഈ ആദ്യത്തെ പട്ടികയിൽ അല്ലെങ്കിൽ ആദ്യത്തെ കള്ളിയിൽ പറയുന്ന വിഷയം നിനക്ക് ഉണ്ടാകണമെന്ന്, നിനക്ക് ലഭിക്കണമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നതാണ് രണ്ടാമത്തെ ആ കള്ളിയിൽ വിശദീകരിക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായും കൊണ്ട് അസ്വിഹത, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയമാണ് ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം ഇല്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാൻ സാധ്യമല്ല. ആരോഗ്യമില്ലാത്ത ജീവിതം എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് സുമിൽ ഇസ്നൈനി വൽ ഖമീസ്. ആരോഗ്യത്തിനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നീ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തത് അൽ ആഫിയത്ത. ആഫിയത്താണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നീ ചെയ്യേണ്ട കാര്യം സും അയ്യാമൽ ബീൽ. അയ്യാമുൽ ബീലിൻ്റെ ദിവസങ്ങളിൽ നീ നോമ്പ് അനുഷ്ഠിക്കുക. അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞാൽ വെളുത്ത ദിവസങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഓരോ മാസവും, ഓരോ അറബി മാസവും 13, 14, 15 ദിവസങ്ങൾ, ഈ ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീൽ എന്ന് പറയുക. ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക, ആഫിയത്തിനെ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നാ. മൂന്നാമതായും കൊണ്ട് അസ്സആദത, നിനക്ക് വിജയം കിട്ടണം, ആഖിറത്തിലും ദുനിയാവിലും നീ വിജയിയാവണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഖ്റഇൽ ഖുർആന കുല്ല യൗം, എല്ലാ ദിവസങ്ങളിലും നീ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നാലാമത്തത് നൂറൽ വജ്ഹി, മുഖപ്രസന്നത, മുഖപ്രകാശം നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, എന്നും മുഖത്തിലൊരു തെളിച്ചം, കാണുന്നവർക്കൊക്കെയും മുഖത്തിലൊരു പ്രകാശം ഉണ്ടാകണമെന്ന് നീ കൊതിക്കുകയാണെങ്കിൽ ഖുമിൽ ലൈല വലൗ ബിറക്അതൈൻ, രാത്രി എഴുന്നേറ്റും കൊണ്ട് ഒരു 2 റക്അത്തെങ്കിലും നീ നിസ്കരിക്കുക. അതായത് തഹജ്ജുദ് പോലെയുള്ള നിസ്കാരങ്ങൾ നീ നിൻ്റെ ജീവിതത്തിൽ പതിവാക്കുക. അത് ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും നീ പതിവാക്കണം എന്നുള്ളതാണ്. എന്നാൽ മുഖത്തിലൊരു തെളിച്ചം, ഒരു പ്രകാശം ഉണ്ടാവും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. പിന്നെ അഞ്ചാമത്തത് അത്തുമഅനീനത, ഒരു സമാധാനം, ശാന്തി, സമാധാനം, എന്നും മനസ്സിനൊരു റാഹത്ത് ഉണ്ടാകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അക്സിർ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ നീ അധികരിപ്പിക്കുക, അള്ളാഹുവിൻ്റെ സ്മരണ നീ അധികരിപ്പിക്കുക. എന്നും അള്ളാഹുവിൻ്റെ ദിക്ർ ജീവിതത്തിൽ നീ കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്നും നിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നിനക്ക് കണ്ടെത്താൻ സാധിക്കും എന്നതാണ്. പിന്നെ
ആറാമത്തത് അൽ മാല വൽ ബനൂന, സമ്പത്തും അതുപോലെ തന്നെ മക്കളും ഉണ്ടാകണമെന്ന് നീ കൊതിക്കുകയാണെങ്കിൽ അതിന് നീ ചെയ്യേണ്ടത് അക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ നീ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിനെ കഴിവിൻ്റെ പരമാവധി അധികരിപ്പിക്കുക. എന്നാൽ അത് സമ്പത്തുണ്ടാകാനും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള ഏറ്റവും വലിയ മരുന്നായി മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെയും മക്കളില്ലാത്തവർ അവരുടെ അടുക്കൽ പോയി പരാതി പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളത്. ഇസ്തിഗ്ഫാർ അധികരിച്ചാൽ സമ്പത്തും മുതലും, അത് ഖുർആൻ തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യവും കൂടിയാണ്. ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് റിസ്ക് നാം അറിയാത്ത ഭാഗത്തിലൂടെ തരും എന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സവാലൽ ഹമ്മി, ജീവിതത്തിലെ ബേജാറുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നീ അധികരിപ്പിക്കുക. അതുപോലെ അൽ ബറക്കത്ത, ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകണം, സമ്പത്തിലും മുതലിലും കുടുംബത്തിലൊക്കെ ബറക്കത്ത് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അസ്വലാത അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലുക, സ്വലാത്തിനെ അധികരിപ്പിക്കുക. അതുപോലെ ദഫ്അൽ ബലായി, ആഫത്ത് മുസീബത്തുകൾ, പ്രയാസങ്ങൾ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അസ്വദഖത വലൗ ബിൽ ഖലീൽ, നീ സ്വദഖ, ദാനധർമ്മം ചെയ്യുക, അതൊരല്പമാണെങ്കിലും ശരിയെന്ന. കാരണം ഹബീബായ നബി തങ്ങൾ നമുക്ക് പറഞ്ഞതായി കാണാം, അസ്വദഖതു റദ്ദുൽ ബലായ, സ്വദഖ എന്നുള്ളത് ബലാഹുകളെ തട്ടി ദൂരത്താക്കുന്നതാണ് എന്ന് വ്യക്തമായ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരാൾ കൊതിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്താക്കണം, പിന്നെ സ്വദഖ ചെയ്യുക, സ്വദഖ അധികരിപ്പിക്കുക. അത് കുറച്ചാണെങ്കിൽ ശരി, എല്ലാ ദിവസവും പിന്നെന്താക്കുക, സ്വദഖ ചെയ്യുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഹുബ്ബല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൽ ഇഹ്സാന ലിൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് നീ എന്താക്കുക, ഇഹ്സാൻ ചെയ്യുക, ഗുണം ചെയ്യുക. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ഇങ്ങോട്ട് കിട്ടും. നമുക്ക് കാണാം, ഹദീസിലൊക്കെ കാണാൻ സാധിക്കുകയാണ്, എന്താ, പിന്നെ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അള്ളാഹിനെ തൃപ്തി കിട്ടുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെ, അള്ളാഹുവിൻ്റെ ദ്വേഷം, അള്ളാഹുവിൻ്റെ ക്രോധമുണ്ടാകുന്നത് മാതാപിതാക്കളുടെ ക്രോധത്തിലൂടെ. അപ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കിട്ടുകയും, മാതാപിതാക്കൾക്ക് വെറുപ്പാണ് നമ്മളോടെങ്കിൽ അള്ളാഹുവിൻ്റെ വെറുപ്പ് അതിലൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ പ്രീതിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനെ നീ പതിവാക്കുക. അതുപോലെ തന്നെ അഫു അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മാഫിനെയാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, അള്ളാഹു തനിക്ക് പുറത്തു തരണം, തനിക്ക് അള്ളാഹു തആല അഫു ചെയ്യണമെന്ന് നീ കൊതിക്കുന്നുണ്ടെങ്കിൽ സാമിഹ് മൻ ളലമക, നിന്നെ ആക്രമിച്ച ആളുകൾ, നിന്നെ വേദനിപ്പിച്ച ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുക, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, അവരോട് പ്രതികാരം വീട്ടാതെ അവർക്ക് മാപ്പ് ചെയ്യുക. എന്നാൽ അള്ളാഹുവിൻ്റെ അഫു നിനക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ റഹ്മത്ത് അല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യവുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇർഹം മൻ ഫിൽ അർളി, ഭൂമി ലോകത്തുള്ളവർക്ക് നീ എന്താക്കുക, റഹ്മത്ത് ചെയ്യുക, കരുണ ചെയ്യുക. ഹദീസിൽ നമുക്ക് കാണാമല്ലോ, പിന്നെന്താ, ഇർഹം മൻ ഫിൽ അർളി ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശ ലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കൂ. അപ്പോൾ നമ്മൾ ഭൂലോകത്തുള്ള സർവ്വ സൃഷ്ടികൾ, ജീവജാലങ്ങൾക്ക് കരുണ ചെയ്യുമ്പോൾ, അവരോട് കൃപ കാണിക്കുമ്പോൾ അല്ലാഹു തആല ഇങ്ങോട്ട് നമ്മളോട് കൃപ കാണിക്കുകയാണ്. അതുപോലെ തന്നെ റിളല്ലാഹി വൽ ജന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തവും സ്വർഗവുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തൗബത വസ്വലാത ഫീ വഖ്തിഹാ, തൗബ നീ ചെയ്യുകയും തൗബ പതിവാകുകയും അതുപോലെ നിസ്കാരം കൃത്യമായി അതിൻ്റെ സമയങ്ങളിൽ നീ അനുഷ്ഠിക്കുകയും ചെയ്യുക. അതുപോലെ ഹുസ്നുൽ ഖാത്തിമ, അവസാനം നല്ല നിലക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടി മരിക്കാനാണ് നീ പിന്നെ ആഗ്രഹിക്കുന്നതെങ്കിൽ അക്സിർ മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നീ പെരുപ്പിക്കുക, നീ അധികരിപ്പിക്കുക. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും കൊണ്ട് തന്നെ പിന്നെ ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടി മരിക്കാൻ സാധിക്കും. അതുപോലെ ഹസനാത്തിൻ ജാരിയ, നല്ല അമലുകൾ, നല്ല ഹസനത്തുകളെയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ
സാഹിം ഫീ നശ്രിഹ, അവസാനമായി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ നിന്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നീ എന്താക്കുക, ഷെയർ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.